ഇനി നമ്മൾ ഈ പ്രപഞ്ചം എങ്ങനെ പടക്കപ്പെട്ടു എന്നുള്ള വിഷയം സയന്റിഫിക്കലായി നമ്മൾ പറയാറുണ്ട് ഒരു ബിഗ് ബാങ് തിയറിയെ കുറിച്ചിട്ട്. അത് ശരിക്കും ഹക്കാണ്. അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ച ഒരു സംഗതി, അതിൽപ്പെട്ടതാണ് സൂര്യൻ. സൂര്യൻ എന്നുള്ള സംഗതി വലിയൊരു തീഗോളമായിരുന്നു, തീയുടെ വലിയൊരു ഗോളം. അല്ലാഹു തആല അതിനോട് തണുക്കാൻ കൽപ്പന ഉണ്ടായി. വളരെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു ഗോളം, അത് തണുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൽ ചാരം അത് നിറയും. നമ്മളൊരാൾ സിഗരറ്റ് വലിക്കുകയെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചു തീരുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചാരമായിട്ട് മാറും. ആ ചാരം നമ്മൾ തട്ടിക്കൊടയണം. ബാക്കി ഭാഗം അപ്പൊ തീ കത്തുന്നതായിട്ട് കാണാൻ പറ്റും, ചുവന്ന നിറത്തില്. അതേപോലെ ഈ തീഗോളമായ ആ ഗോളത്തിനോട് അല്ലാഹു തആലയുടെ കൽപ്പന ഉണ്ടായി തണുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തണുക്കാൻ വേണ്ടി കൽപ്പന ഉണ്ടായ സമയത്ത് ഈ ഗോളത്തിന്റെ ബാഹ്യവശം അത് തണുക്കാൻ തുടങ്ങി. തണുക്കാൻ തുടങ്ങിയ സമയത്ത് തണുത്ത ഭാഗങ്ങളൊക്കെ എന്തായി മാറി? ചാരമായിട്ട് മാറി, വെണ്ണൂര് പോലായി മാറി. ഉൾവശം ചൂടായി തന്നെ ഇരിക്കുന്നുണ്ട്, കത്തിച്ചൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചാരമായി മാറിയ ഭാഗങ്ങള് നമ്മള് സിഗരറ്റിന്റെ പൊടി തട്ടുന്ന പോലെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത് തട്ടിയപ്പോ അത് നാനാഭാഗങ്ങളിലേക്കും തെറിച്ചുപോയി. അങ്ങനെ ചിന്നിച്ചെതറി. ഈ ചിന്നിച്ചെതറിയ ഭാഗങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലായി പോയി നിന്നു. അതങ്ങനെ ബിഗ് ബാങ് തിയറി പ്രകാരം വീണ്ടും വീണ്ടും അകന്നു പോയിക്കൊണ്ടിരിക്കണം. ആ ചിന്നിച്ചെതറിയ ഭാഗങ്ങളാണ് ഭൂഗോളത്തിലുണ്ടായിട്ടുള്ള മറ്റ് ഗോളങ്ങൾ. സൂര്യന്റെ പോലെയുള്ള ചന്ദ്രൻ, ഭൂമി, ശുക്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, അതേപോലെ ഉപഗ്രഹങ്ങള്, ഉൽക്കകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൊട്ടിച്ചിതറിയ ഭാഗങ്ങളിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ്. അങ്ങനെ അതിന്റെ സ്ഥാനത്ത് അത് പോയി നിന്ന സമയത്ത് അല്ലാഹു തആല അതിലേക്ക് ഒരു റൂഹിനെ പറഞ്ഞയച്ചു. ആ റൂഹിന്റെ പേരാണ് ജമാദി റൂഹ് എന്നുള്ളത്. ജമാദി റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്ലിലുള്ള ആത്മാവാണ്, ലോഹാത്മാവ് എന്ന് പറയും. ലോഹാത്മാവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പൊട്ടിച്ചെറിയ ഭാഗങ്ങളൊക്കെ ഒരു പുക പോലെയായിരുന്നു, പുകപടലം പോലെയായിരുന്നു. അതിനെ ഘനീഭവിപ്പിക്കാൻ, ഒരു കല്ല് പോലെ ആക്കി മാറ്റാൻ, ശില പോലെ ആക്കി മാറ്റാൻ എന്തുണ്ടെങ്കിൽ അതിനെ പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒരു പിണ്ടാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് അതിലൊരു ഫോഴ്സ് വേണം, ഒരു ആത്മാവിന്റെ ഫോഴ്സാണ്. ആ ആത്മാവിന്റെ പേരാണ് ലോഹാത്മാവ് അഥവാ റുഹു ജമാദി എന്ന് പറയുന്നത്. അങ്ങനെ അത് സെറ്റായി അതൊരു മാസായി മാറിയ ശേഷം അതില് വൃക്ഷങ്ങള്, ചെടികള് മുതലായ കാര്യങ്ങൾ മുളക്കപ്പെടേണ്ടിയുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല അതിലേക്ക് മറ്റൊരു റൂഹിനെ അല്ലെങ്കിൽ മറ്റു അർവാഹുകളെ പറഞ്ഞയച്ചു. ആ അർവാഹുകളുടെ പേരാണ് സസ്യാത്മാവ് അഥവാ റൂഹുൻ നബാത്തി എന്നുള്ളത്. ഈ റൂഹുൻ നബാത്തി വന്നതോടുകൂടി അതിൽ സസ്യങ്ങൾ മുളക്കാൻ തുടങ്ങി. അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം പല രീതിയിലുള്ള സസ്യങ്ങൾ, പല രീതിയിലുള്ള വൃക്ഷങ്ങൾ ഈ ഭൂമിയിലൊക്കെ മുളച്ചു പൊന്തി. അങ്ങനെ അതും കഴിഞ്ഞ ശേഷം അല്ലാഹു തആല അതിലേക്ക് മൂന്നാമതൊരു ഐറ്റം റൂഹിനെ പറഞ്ഞയച്ച്. അതിന്റെ പേരാണ് ജൈവാത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ റൂഹുൽ ഹയവാനി എന്ന് പറയാം. മൃഗങ്ങളിലും ജന്തുക്കളിലൊക്കെ ഉള്ള ആത്മാവ്. ഇതിനെ പറഞ്ഞിട്ടത് കൂടി അതിനനുയോജ്യമായ ജിസ്മും കൂടി വന്ന് അവിടെ മൃഗത്തിന്റെയും അതേപോലെ മറ്റു ജന്തുക്കളെയും പ്രത്യക്ഷപ്പെടലുണ്ടായി. അങ്ങനെ ഭൂമി മുഴുവൻ തയ്യാറാക്കപ്പെട്ടു. അതേപോലെ മറ്റ് പല ഗ്രഹങ്ങളും തയ്യാറാക്കപ്പെട്ടു. ശരിക്കും നമ്മൾ മനസ്സിലാക്കിയ പോലെ ഭൂമിയിൽ മാത്രം ഒന്നുമല്ല ജീവനുള്ളത്, മറ്റ് പല ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടായിട്ടുണ്ട്. ചൊവ്വയിലും അതേപോലെ സൂര്യനിലും 7 ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആത്മാക്കളെയും സൃഷ്ടിച്ച് അല്ലാഹു തആല മുമ്പിൽ കൊണ്ട് നിർത്തിയ ശേഷം അള്ളാഹു അവരോട്
ഒരു ചോദ്യം ചോദിക്കണ്ടായി. അതാണ് നമ്മൾ ഖുർആനിൽ പറയുന്ന അലസ്തു ബി റബ്ബിക്കും എന്നുള്ള ചോദ്യം, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്നുള്ളത്. അവര് അതെ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുകയുണ്ടായി. ആ സുജൂദില് മനുഷ്യർ മാത്രമല്ല വീണ്ടുള്ളത്, മറ്റ് ജീവജാലങ്ങളും അള്ളാഹുവിന് സുജൂദിൽ വീണിട്ടുണ്ട്. അതാണ് ശരിക്കും സൂറത്ത് റഹ്മാന് പറയുന്ന വൻ നജ്മു വശജറു യസ്ജുദാൻ എന്നുള്ള ആയത്തിൽ പറയുന്ന വിഷയം. അതിനുശേഷം അള്ളാഹു താല എന്താ ചെയ്തത്? അള്ളാഹു താല ഈ ഇഹലോകത്തിന്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച്, എന്നിട്ട് അള്ളാഹു താല അവരോട് ആജ്ഞാപിച്ച്, ഈ ലോകം ഇഹലോകാണ്, ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മുന്നോട്ട് വരട്ടെ, എന്നിട്ട് അവരത് സെലക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ കൽപ്പന കേട്ടുകൊണ്ട് ആ അർവാഹികളെ കൂട്ടത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ അത് പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല മലക്കിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വിധിയുടെ പുസ്തകത്തില് ഇവരെ കുറിച്ച് നരകത്തിന്റെ അഹലുകാരാണെന്ന് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ മലക്ക് അവരുടെ പേര് നരകത്തിന്റെ പട്ടികയിൽ എഴുതി ചേർത്ത്. അതിനുശേഷം അവരെ ജബറൂത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗത്ത് കൊണ്ട് താമസിപ്പിച്ചു. അതിനുശേഷം അല്ലാഹു തആല സ്വർഗത്തിന്റെ മാതൃകകൾ കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലുള്ള ആഡംബരങ്ങള്, സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി, ഈ സ്വർഗലോകം മോഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരട്ടെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടം ആത്മാക്കൾ വന്നുകൊണ്ട് സ്വർഗം തെരഞ്ഞെടുത്തു. അള്ളാഹു തആലന്റെ കൽപ്പന ഉണ്ടായി മലക്കിനോട്, ഈ സ്വർഗം തെരഞ്ഞെടുത്ത ആളുകളുടെ പേരുകൾ വിധിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കണം. അവർക്ക് സ്വർഗം തന്നെയാണുള്ളത്, കാരണം അവർ തെരഞ്ഞെടുത്തത് സ്വർഗമായതിന്റെ പേരിൽ അവർക്ക് നാളെ സ്വർഗം കൊടുക്കാം എന്നുള്ള രീതിയിൽ എഴുതി ചേർത്തു. എന്നാൽ ഒരു കൂട്ടക്കാർക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. അവരായിന്ന് മാറി നിന്ന്. അപ്പൊ അല്ലാഹു തആല ആ സമയം കഴിഞ്ഞു പോയപ്പോ മലക്കോട് കൽപ്പിച്ചു, ഇവരെ പേര് നരകത്തിന്റെ അഹലുകാരുടെ പേരിലും എഴുതണ്ട, സ്വർഗത്തിന്റെ അഹലുകാരുടെ പേരിലും എഴുതണ്ട, അവർ ഭൂമിയിലേക്ക് പോകട്ടെ. ഭൂമിയിൽ വെച്ചുകൊണ്ട് അവര് ഏതാണോ അവര് തിരഞ്ഞെടുക്കുന്നത്, ഏതിലേക്കാണോ അവരെ മനസ്സ് ചായുന്നത്, അതിനനുസരിച്ചിട്ട് അവരെ വിധിയിൽ എഴുതാം എന്നുള്ള രീതിയിൽ തീരുമാനമായി. ഈ കൂട്ടത്തിൽ ചില ആളുകൾ അവരെ നോട്ടം അള്ളാഹുലേക്ക് മാത്രമായിരുന്നു. അവർക്ക് അള്ളാഹുവിനെ അല്ലാതെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ മുഖത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മാത്രം അതിൽ മാത്രം സന്തോഷം കണ്ട ആളുകളുണ്ട്. അവരെയും ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച് അള്ളാഹുവിനെ മാത്രം തെരഞ്ഞെടുത്ത ആളുകളായതിന്റെ പേരിൽ അവർക്ക് ഭൂമിയിൽ വന്ന ശേഷവും മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് താല്പര്യം ഇല്ലാതായി. അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ പ്രയാസമായി. അള്ളാഹുവിനെ കണ്ടെത്താതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അത്തരക്കാരെന്ത് ചെയ്ത് ദുനിയാവിനെ ഒഴിവാക്കി സുഹൃത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് കാടുകളിലും മരുഭൂമികളിലും അതേപോലെ മറ്റുള്ള പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവിടെ പോയി താമസിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ മുജാഹദകൾ വഴികളിൽ ഏർപ്പെട്ടു. അതിനുശേഷം അല്ലാഹു തആല ഈ പ്രപഞ്ചത്തില് അല്ലാഹു തആല ജീവജാലങ്ങളെ കൊണ്ടുവന്നു. 18,000 ജീവജാലങ്ങൾ അല്ലാഹു തആല കൊണ്ടുവന്നു മനുഷ്യർക്കായിട്ട്. ഈ ആത്മാക്കൾക്കായിട്ട് 18,000 ജീവജാലങ്ങൾ അല്ലാഹു തആല കൊണ്ടുവന്നു. 6,000 കരയിലും 6,000 കടലിലും 6,000 വായുവിലും ആയിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച്. ഏത് രീതിയിലുള്ള ഒരു മൃഗത്തെ അല്ലെങ്കിൽ ജീവി എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു വേർഷൻ കടലിലുണ്ടാവും, അതിന്റെ ഒരു വേർഷൻ വായുവിലും ഉണ്ടാവും. ഉദാഹരണമായിട്ട് കരയില് ഒരു കുതിര ഉണ്ടെങ്കിൽ കടലിലും ഉണ്ടാവും ഒരു കുതിര, കടൽ കുതിര. അങ്ങനെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും 3 വെറൈറ്റി. അസലിയായിട്ട് 6,000 ഉള്ളൂ. ഈ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 18,000 ജീവജാലങ്ങൾ നിലവിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്ത് 7 തരം സ്വർഗങ്ങൾ സൃഷ്ടിച്ച്, അതേപോലെ 7 തരം നരകങ്ങളും സൃഷ്ടിച്ച്. സ്വർഗവും നരകവും 7 സൃഷ്ടിച്ച്. അതിൽ 7 സ്വർഗങ്ങളെ പേരാണ് ഖുൽദ് എന്ന് പറയും, ആദ്യത്തെ സ്വർഗം. രണ്ടാമത്തെ ദാറുസ്സലാം എന്ന് പറയും. പിന്നെ ദാറുൽ ഖറാർ എന്ന് പറയും. പിന്നെ ഏദൻ എന്ന് പറയും, ഈദൻ. പിന്നെ മഅവ എന്ന് പറയും. പിന്നെ നഈം എന്ന് പറയും. അവസാനത്തെ സ്വർഗം ഫിർദൗസ് എന്ന് പറയും. പടിയിൽ നിന്നും മുകളിലോട്ട് പോകുന്ന ക്രമമാണ് ഖുൽദ്, ദാറുസ്സലാം, ദാറുൽ ഖറാർ,
ഈദൻ, അതായത് ജന്നത്തുൽ മഅവ, ജന്നത്തുൽ നഈം, ജന്നത്തുൽ ഫിർദൗസ്. ഇതേപോലെ 7 നരകങ്ങളും സൃഷ്ടിച്ചു. അതിന്റെ പേരാണ് സക്കർ, സഈർ, നൂത, ഹുതമ, ജഹീം, ജഹന്നം, ഹാവിയ. ഇങ്ങനെ 7 നരകങ്ങളും സൃഷ്ടിച്ചു. ഈ നാമങ്ങളൊന്നും അറബി പദങ്ങളല്ല, ഇതൊക്കെ സുരിയാനിയാണ്, സുരിയാനി ഭാഷയാണത്. ശരിക്കും അള്ളാഹുവിന്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുരിയാനിയാണ്. അള്ളാഹു മലക്കുകളോട് സംസാരിക്കുന്ന ഭാഷ സുരിയാനിയാണ്. ഈ സുരിയാനിയാണ് അള്ളാഹുവിന്റെ ഭാഷ, മലക്കുകളുടെ ഭാഷ സുരിയാനിയാണ് എന്നുള്ള വിഷയം പോലും പല സൂഫിയാക്കൾക്കും അറിവില്ല. കാരണം ഇതിന് പല വിരുദ്ധമായ കാര്യങ്ങളും അവർ പറയുന്നുണ്ടെങ്കിലും അസല് ഹഖീഖത്ത് ഇതാണ്. അതിന് തെളിവായിട്ട് ഒരു മഹാനായ അബ്ദുൽ അസീസിന്റെ ദബ്ബാഗ് റഹ്മത്തുള്ളാഹിന്റെ കിതാബിൽ ഈ വിഷയം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ലാമാത്തി എന്ന ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കിതാബിലുള്ളത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വലിയ വലിയ ഔലിയാക്കളായ ആളുകൾക്ക് സുരിയാനി ഭാഷ വശമുണ്ട്, അവരുടെ റൂഹുകൾക്ക്. കാരണം അവർക്ക് ആ ഭാഷ സംസാരിക്കണം മലക്കുകളോട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട്. സുരിയാനി ഭാഷയ്ക്ക് പ്രത്യേകത ഉണ്ട്. ഖുറാനിലുള്ള പല വിഷയങ്ങളും സുരിയാനി ഭാഷയിൽ ഇറക്കപ്പെട്ടതാണ്. എന്നാൽ അതിന്റെ പദങ്ങൾ അറബി ഭാഷയിലും വന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥങ്ങൾ സുരിയാനി ആയിരിക്കും. പക്ഷെ മൊയ്ലാക്കന്മാര് അല്ലെങ്കിൽ പണ്ഡിതന്മാര് മനസ്സിലാക്കുന്ന അർത്ഥം അറബിയിലായിരിക്കും. അത് കാരണം ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ആശയത്തിൽ. ഖുറാനിൽ യാതൊരു തെറ്റോ ഒന്നുമില്ല, ഒക്കെ കറക്റ്റാണ്. പക്ഷെ ആശയം മനസ്സിലാക്കുന്ന വിഷയത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 73 ഗ്രൂപ്പ് ഉണ്ടായത്. അതല്ല ഖുറാനിൽ നിന്ന് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും എന്നുണ്ടെങ്കിൽ പിന്നെ 73 ഗ്രൂപ്പ് ഉണ്ടാവില്ലല്ലോ, ഒരേ ഒരു ഗ്രൂപ്പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഖുറാൻ മനസ്സിലാക്കുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഖുറാൻ ഗ്രഹിക്കാൻ ഖുറാന്റെ ഒരു രീതിയുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന സംഗതിയല്ല ഖുറാന്. എന്നാൽ പണ്ഡിതന്മാര് പറയുന്ന മാനദണ്ഡം അല്ല ഖുറാൻ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടത്. നമുക്കറിയേണ്ടത് അള്ളാഹുവിന്റെ ലക്ഷ്യം, അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥം എന്താണ് ഖുറാന്, അതാണ് നമുക്കറിയേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് കിട്ടിയ ഒരു അർത്ഥം, ബുദ്ധി കൊണ്ട് കിട്ടിയ അർത്ഥം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ സംഭാവനയായ അർത്ഥം, അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിലേക്ക് പോകുന്നവർക്ക് അള്ളാഹുവിന്റെ അർത്ഥം എന്താണോ, അള്ളാഹ് എന്തുദ്ദേശിച്ചാണ് ഖുറാൻ ഇറക്കിയത്, ആ അർത്ഥം തന്നെ കിട്ടണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പോക്ക് അള്ളാഹുവിലേക്ക് ആയിരിക്കൂല. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യം പറഞ്ഞ് ബാക്കി നാളെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.